മൽബഗാൽ ദോശ. ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിനേം കാട്ടി കഷ്ടപ്പാടായിരുന്നു ഇതിന്റെ പേര് പഠിച്ചെടുക്കാനായിട്ട്. 1 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് ഉഴുന്ന്, 1/2 കപ്പ് അളവില് അവില്, 1 സ്പൂൺ പരിപ്പ്, 1/2 സ്പൂൺ അളവിൽ ഉലുവ. ഇതാണ് ഇതിന്റെ ഒരു അളവ്. ഇതെല്ലാം കൂടി കഴുകി വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ. അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് അരച്ചെടുക്കണം. ഞാനിവിടെ അരയ്ക്കാനായിട്ട് ആ അരി കുതിർത്ത ഒരു വെള്ളം തന്നെയാണ് എടുക്കുന്നത്. ഇതിനെ ഒരു 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഒട്ടും തരിയില്ലാതെ അരച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രിപ്പറേഷൻസ് ആണ്. അതിന് ആദ്യം ഒരു ബൗളിലോട്ട് ഒരു 4-5 ഉണക്കമുളക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് സവാള, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂൺ ജീരകം, കുറച്ച് ഉപ്പ്, കുതിർത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതൊരു സൈഡ് മാറ്റി വെക്കാം. ഇനി ദോശയുടെ ഉള്ളിൽ വെക്കുന്ന സ്റ്റഫിംഗ് ഇല്ലേ, അത് ചെയ്യണം. അതിനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ മഞ്ഞപ്പൊടിയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതൊന്ന് മാറ്റി വെക്കും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം. ഈ ദോശ ഉണ്ടാക്കാനായിട്ട് പ്രത്യേക ചട്ടി തന്നെയുണ്ട്. പക്ഷെ നമ്മളിവിടെ നോർമൽ ദോശച്ചട്ടിയിലാണ് ചെയ്യുന്നത്. ഈ ദോശയിൽ ഒത്തിരി നെയ്യ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അതുപോലെ നെയ്യ് ചേർത്താലേ ഇത് മൽബഗാൽ ദോശയാണെന്ന് വിശ്വസിക്കും. ദോശ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിലോട്ട് റെഡ് ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു കൂട്ടും കൂടെ വെച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ ദോശ റെഡിയായി. ഇതാണ് കർണാട്ടിക് സ്പെഷ്യൽ മൽബഗാൽ ദോശ. എനിക്കിത് കഴിച്ചിട്ട് നോർമൽ മസാല ദോശ ആയിട്ടാണ് തോന്നിയത്. ഫ്രീ ടൈം ഉള്ളപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.